MG സർവകലാശാലയിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ട പഠന ബോർഡുകൾ പിരിച്ചുവിടുകയോ പുനഃസംഘടിപ്പിക്കുകയോ ചെയ്യണമെന്ന സിൻഡിക്കേറ്റ് ആവശ്യം തള്ളി ചാൻസലർ. സർവകലാശാലയുടെ വിഷയം പരിശോധിക്കാൻ ചാൻസലർ ആവശ്യപ്പെട്ടു. പട്ടികയിൽ പ്രശ്നങ്ങൾ ഇല്ലെന്ന് വൈസ് ചാൻസലർ മറുപടി നൽകിയതോടെയാണ് സിൻഡിക്കേറ്റ് ആവശ്യം ചാൻസലർ തള്ളിയത്. അജിത്ത് ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാൻ. അജിത്ത്, വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണ്യ CG, കഴിഞ്ഞ ഏപ്രിലാണ് സിൻഡിക്കേറ്റ് കൂടി ഇത്തരത്തിൽ ഈ പട്ടികയിൽ ക്രമക്കേട് പ്രശ്നമുണ്ടെന്നും സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നുമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്തയക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് പരിശോധിക്കണമെന്നുൾപ്പെടെയുള്ളതായ ആവശ്യങ്ങളായിരുന്നു പ്രധാനമായി ഉന്നയിച്ചത്. വകുപ്പ് മേധാവിമാരെ ഉൾപ്പെടെ പരിഗണിക്കേണ്ട സാഹചര്യത്തിൽ എംപ്ലോയി സംഘിൻ്റെ BJP അനുകൂല സംഘടനയായ എംപ്ലോയി സംഘിൻ്റെ ജൂനിയർ ആയിട്ടുള്ള അഭിഭാഷകരെ പരിഗണിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു സിൻഡിക്കേറ്റ് ചൂണ്ടിക്കാണിച്ചത്. പിന്നീട് ഈ വിഷയം പരിശോധിക്കാൻ വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ഈ വിഷയം പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ വൈസ് ചാൻസലർ അതിന് മറുപടി നൽകിയത്. ആ വിഷയത്തിൽ മറുപടിയിൽ പറയുന്നത് ചട്ടവിരുദ്ധമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല, നടപടിക്രമങ്ങൾ പട്ടികയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കണ്ടെത്തിയിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ചാൻസലർക്ക് മറുപടി നൽകിയത്. ഇതോടുകൂടിയാണ് സിൻഡിക്കേറ്റിന്റെ ആവശ്യം തള്ളിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ തരത്തിലുള്ള പ്രതിസന്ധികളാണ് MG യൂണിവേഴ്സിറ്റി കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, വൈസ് ചാൻസലറുടെ നിയമനത്തിൽ, പിന്നീട് സെനറ്റിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുത്തതിൽ, അങ്ങനെ താൽക്കാലിക അധ്യാപകരുടെ നിയമനത്തിലൊക്കെ വലിയ പ്രതിഷേധമടക്കം ഉയർന്നു വരുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. SFIയും KSയും ഉൾപ്പെടെയുള്ള സംഘടനകളും അധ്യാപക സംഘടനകളും എല്ലാം പ്രതിഷേധമായി രംഗത്തെത്തുന്ന സ്ഥിതിയുണ്ടായി. കാവ്യവൽക്കരണം, MG യൂണിവേഴ്സിറ്റിയിൽ കാവ്യവൽക്കരണത്തിനുള്ള സമീപനങ്ങൾ ദിവസം പ്രതി സ്വീകരിക്കുന്നു എന്നുള്ളതായിരുന്നു നിലപാട്. ഇപ്പോഴാണ് ആ ആരോപണത്തിന് കൂടുതൽ ഇത്തരത്തിൽ ശക്തി പകരുന്നത് ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നാണ് സിൻഡിക്കേറ്റ് പറയുന്നത്. ഇതോടുകൂടി വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോരാട്ടം വീണ്ടും സർവകലാശാലയിൽ കാണാൻ പോവുകയാണ്. അത്തരത്തിലുള്ള പ്രതിസന്ധി കൂടി രൂപപ്പെടാൻ പോവുകയാണ്. ഏതാണെങ്കിലും ഈ വിഷയത്തിൽ ഉൾപ്പെടെ വീണ്ടും MG യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധങ്ങളുടെ കളമാകാൻ സാധ്യത കൂടി തെളിയുകയാണ്. ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ വൈസ് ചാൻസലർ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുന്നതാണ് നിലപാടുകളെല്ലാം. അതങ്ങനെ തന്നെ തുടരും. വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും ഒക്കെ പ്രതിഷേധവുമായി തുടരുകയും ചെയ്യും. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.